സ്ഥാപനത്തിൻ്റെ പേര് സിയോൺ എംബ്രിക്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഇത് കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലത്ത് നിന്ന് പട്ടിമറ്റം റൂട്ടിൽ 2 കിലോമീറ്റർ ദൂരം പുതിയ കുരിശ് എന്ന സ്ഥലത്താണ് നമ്മൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. എൻ്റെ പേര് സിജു എന്നാണ്. അപ്പം നമുക്കിവിടെ മാത്രമല്ല, ഇവിടെ ഈ ഒരു യൂണിറ്റ് അല്ല, തൊട്ടപ്പുറത്തൊരു 500 മീറ്റർ മാറി വേറൊരു യൂണിറ്റ്, അങ്ങനെ 2 യൂണിറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചൂടുണ്ടാവില്ല എന്നുള്ളതാണ് വീടിനകത്ത്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പം മഴക്കാലമാണ്, പക്ഷേ ചൂടുകാലത്ത് നമുക്കറിയാമല്ലോ, മഴക്കാലം കഴിഞ്ഞ് വരുമ്പോൾ ചൂടെന്ന് പറഞ്ഞപ്പം ഓരോ വർഷം അസഹനീയമായ ചൂടാണ് ഓരോ വീടിനകത്തും ഉണ്ടാകുന്നത്. മെയിൻലി അത് നമ്മളുടെ കൺസ്ട്രക്ഷൻ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ചൂട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്. മെയിൻലി ഇപ്പം സിമെൻറ്റ് ബ്രിക്ക് ആണെങ്കിൽ ചൂട് കുറച്ചധികമായിരിക്കും. അതല്ലാതെ മറ്റേ പ്യൂർ ലാറ്ററൈറ്റ് സ്റ്റോൺ ആണെങ്കിൽ നല്ല കൂളിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ലാറ്ററൈറ്റിൻ്റെ കൂളിംഗ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മളുടെ ഈ എംബ്രിക്ക് എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അതായത് കൂളിംഗ് ആണെന്നുള്ളതാണ്. പിന്നെ അല്ലാതെ സ്ട്രോങ് ആണ്, സ്മൂത്ത് ഫിനിഷാണ്, പ്ലസ് പ്ലാസ്റ്ററിങ് കോസ്റ്റ് കുറവ് മതി, പ്ലസ് ഫാസ്റ്റ് കൺസ്ട്രക്ഷൻ. നമ്മളുടെ ഫസ്റ്റ് കസ്റ്റമർ എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് തന്നെ, കിഴക്കമ്പലം അടുത്ത് തന്നെയുള്ള ഒരു എരപ്പംപാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ നമ്മുടെ യൂണിറ്റിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അവിടെ ഫസ്റ്റ് അദ്ദേഹം ചെയ്തത് വിത്തൗട്ട് പ്ലാസ്റ്റിങ്ങാണ് ചെയ്തത്. അപ്പം അത് നമുക്കൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയി. നമുക്ക് മാർക്കറ്റ് ചെയ്യാനാണ്. ആളുകൾക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇതിപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 100ഓളം യൂണിറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എംബ്രിക്സ്. അവിടെ അവർക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് പറയാൻ സാധിക്കില്ല ഇത് എംബ്രിക്ക് വെച്ച് പണിതാൽ ഇത് പ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ആർക്കും ധൈര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പണിതിട്ടുള്ള ഒരു വീട് നമ്മുടെ അടുത്ത് ഫസ്റ്റ് കസ്റ്റമർ തന്നെ ചെയ്തതാണ്. 2 നില ബിൽഡിങ് വിത്തൗട്ട് പ്ലാസ്റ്ററിങ്. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അത് പോയി കാണിച്ചു തരാം. അതിൻ്റെ ഒരു ബ്യൂട്ടിയും അതിൻ്റെ ഒരു കൂളിങ്ങും, ആ വീട്ടിനകത്തോട്ട് കൂളിങ്ങും കാര്യങ്ങളും. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മൾ വളരെ ഡീപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ എംബ്രിക്കുകൾ ഉപയോഗിക്കുമ്പം മാക്സിമം സിമെൻറ്റ് പോർഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോയി. 35 റുപ്പീസാണ് ഒരു കട്ടയുടെ വില, പ്ലസ് GST കൂടെ വരും. GST 12% GST ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സാണത്. അത് അപ്പോൾ 35 പ്ലസ് GST അങ്ങനെ വരുമ്പോൾ നിയറസ്റ്റ് 40 രൂപ ആണ് ഇവിടുത്തെ ലോഡിംഗ് പ്രൈസ്. പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ വരും. ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വെഹിക്കിൾസ് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ 1 കിലോമീറ്ററിന് അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വരണമെങ്കിൽ 100 രൂപ വെച്ചിട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും. ഹൈഡ്രോളിക് പ്രസ്സിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ലാറ്ററൈറ്റ് സോയില് പൊടിച്ചെടുത്തിട്ട് അതിൽ സിമെന്റ് മിക്സ് ചെയ്തിട്ട് 35 ടണ്ണിൽ പ്രസ്സിംഗ് വരും. അതിന്റെ സ്ട്രെങ്ത് അറിയുന്നത് അപ്പം അത് നമ്മളിപ്പം കയറി നിന്നാൽ പോലും പുറത്തു പോകത്തില്ല. കടന്നു പോകത്തില്ല. അപ്പൊ തന്നെ അത് കയറി നിൽക്കാൻ സാധിക്കുന്നു. സൂപ്പർവൈസർ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയുണ്ട് ഈ കട്ട കൊണ്ടുള്ള പണിയെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? പണി എന്ന്
പറഞ്ഞത് കുറച്ചും കൂടി സിമ്പിളാണ് വർക്ക് ചെയ്യാനൊരു മറ്റേ തേപ്പിനൊക്കെ ഉപയോഗിക്കുന്നു അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. മറ്റേതാകുമ്പോൾ കുറച്ച് ഷേപ്പിന് വ്യത്യാസം വരും. ഇതാകുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടാണ്. 6,000 എബോ ഉണ്ടല്ലോ ടോട്ടൽ സ്റ്റോർ. ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഈ പോളോ ഏരിയയൊക്കെ ഒന്നും കവറായിട്ടില്ല.